നമസ്കാരം. കഴിഞ്ഞ വർഷം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. I visited Mumbai last week, said Rani. So Rani said that സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് സെഡ് ദാറ്റ് എന്ന് വേണം. ഐ എന്നുള്ള പ്രൊനൗൺ മാറും, ഷീ ആവും. റാണിയാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് വിസിറ്റഡ് തന്നിരിക്കുന്നു, സോ അതെന്താവും, ഹാഡ് വിസിറ്റഡ് എന്നാവും. മുംബൈ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് എന്തായി, ദ പ്രീവിയസ് വീക്ക് എന്നായി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി. എക്സ്ട്രാ മീൻ ചെയ്യുന്നത് എന്താണ്, ബിയോണ്ട് എന്നാണ്. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഡാഷ് യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഈ വാക്ക് വായിക്കേണ്ടത് യു എന്നാണ്. അങ്ങനെയാണെങ്കിൽ യ സൗണ്ട്, കോൺസണന്റ് സൗണ്ട് ആണ് ആ വാക്കിന്റെ ആദ്യം വരുന്നത്. കോൺസണന്റ് സൗണ്ട് ആദ്യം വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എ ആണ്. സോ ആൻസർ എ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം സ്റ്റിമുലൈ എന്നാണ്. സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് STIMULI ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദ കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വെൽ യു ഡാഷ്, ബ്രാക്കറ്റിൽ ഗെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ദ ഫസ്റ്റ് റാങ്ക്. ഹാഡ് സ്റ്റഡീഡ് ആണ് ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത്. തേർഡ് ടൈപ്പ് ആണ് ഇഫ് ക്ലോസിലെ തേർഡ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. സോ പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. സോ വുഡ് ഹാവ് പ്ലസ് ഗോട്ട് ആണ് കറക്റ്റ് ആൻസർ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദി എക്സാം ഈസ്, ബ്രാക്കറ്റിൽ ഈസി എന്ന് കൊടുത്തിരിക്കുന്നു, ദാൻ ദ ലാസ്റ്റ് വൺ. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ ഈസിയർ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ സിനണിം ഓഫ് സോർ? അസെൻഡ് ആണ്. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ് അല്ലെ, ഐ ആം എന്ന് വന്നിരിക്കുന്നു. സോ ആറിൻറ്റ് ഐ ആണ്. പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപാർത്തീഡ്. അപാർത്തീഡ് എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റ്നെസ് എന്നാണ്. വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡ്യൂക്ക് ആണ്. ഏൾ എന്ന വാക്കിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? കൗണ്ടസ് ആണ്. കൗണ്ടസ്, COUNTESS, കൗണ്ടസ്. വൈസ്രോയ് എന്നുള്ളതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? വൈസ്രെയിൻ ആണ്. വൈസ്രെയിൻ, REIN ആണ്. ഓക്കെ, വൈസ്രെയിൻ. ഗവർണർ, ഗവർണസ്. ഗവർണർ അതുപോലെ ട്യൂട്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗവർണസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? സതീർത്ഥ്യൻ. സതീർത്ഥ്യനാണ് ശരിയായ പദം. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വിവക്ഷ. വിവക്ഷയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന വാക്ക്. മീമാംസ എന്ന് പറഞ്ഞാൽ എന്താ? ആദരണീയമായ ചിന്ത എന്നാണ് മീമാംസയ്ക്ക് അർത്ഥം. പിന്നെ ജിഗീഷ. ജിഗീഷ എന്ന വാക്കിനർത്ഥം ജയിക്കാനുള്ള ആഗ്രഹം എന്നാണ്. ദിദൃക്ഷ എന്ന വാക്കിനർത്ഥം കാണാനുള്ള ആഗ്രഹം എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? തിക്തം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കയ്പുള്ള, കയ്പ് രുചിയുള്ള എന്നൊക്കെയാണ്. എന്നാൽ അതിന്റെ വിപരീതം എന്തായിരിക്കും? മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? കണ്ണിലുണ്ണി അല്ലെ. മുമ്പേ പല പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മീൻ എന്നർത്ഥം വരുന്ന പദം ഛഷമാണ്. ഛരം എന്ന വാക്കിന് ഉറവ, പ്രവാഹം, നദി എന്നൊക്കെ അർത്ഥമുണ്ട്. ഭാജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടമാണ് അല്ലെങ്കിൽ പാത്രം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. ഛഷം എന്ന വാക്കിന് മീൻ എന്ന് കൂടാതെ കാട്, വനം എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ശിങ്കിടി പാടുക എന്നുള്ളതാണ്. എളുപ്പമുള്ള ചോദ്യം. ചുമ എന്നർത്ഥം വരുന്ന പദം കാസമാണ്. കാസം. ചുമ എന്നർത്ഥം വരുന്ന പദം കാസമാണ്. കല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭമായത് എന്നാണ് അർത്ഥം. കലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമൊട്ട് എന്നാണ് അർത്ഥം. കൽപ്പകം നമുക്കറിയാം, തെങ്ങ് എന്നർത്ഥം അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. കരിമ്പുലിയാണ്. കരിമ്പുലി. കരിമ്പുലി ഏത് സന്ധിയാണ്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം.
പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏതാണ്? സ്വാമികൾ അല്ലെ, സ്വാമികൾ. ഓക്കെ. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിലിന്റെ നാളം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി.